ഇവനിത് എന്തിൻ്റെ കേടാടാ? കോളേജിൽ 5 കൊല്ലം കഴിഞ്ഞു, അന്നേരം അവൻ്റെ ഗെറ്റ് ടുഗദർ. ഞാൻ ഇവനൊക്കെ മറന്നു. ബഡി അവനോടൊരു പണിയില്ലാതെ നിൽക്കുമല്ലേ, അപ്പൊ ഇങ്ങനത്തെ ആകാരങ്ങളൊക്കെ തോന്നും. കോപ്പ്. ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് വൈബ് ഇറ്റ് മാൻ. വൺ ഡേ വൈബ് ഒള്ളി, ദെൻ ഐ ഗോ ഹോം. ഓക്കെ? യാ മീ ടു. ഇതാലോലാതെ തന്നെ തന്നെ അലക്സ് എന്തോണ്ടാ മാറ്റണ്ടടാ എനിക്ക്. പിന്നെ ഇത് നിന്റെ വണ്ടിയാണോ? അല്ലല്ല മൊലാളി ആഫ്രിക്കയിൽ പോയിക്കുന്നു കശുവണ്ടി എടുക്കാൻ. നീ കേറങ്ങോട്ട്, ബാക്കി പിന്നെ പറയാം. കേരളയാ നോക്കിക്കാൻ. ക്രിസ്റ്റി എന്നാണ്ടാ? അരുണേ സുഖാണോ? ഓ സുഖം. എത്ര നാളായടാ. അപ്പൊ നമുക്ക് പോയാലേ? എവിടെ പോയാലും കുഴപ്പമില്ല, പക്ഷെ ലക്ഷറി ആയിരിക്കണം. ലക്ഷറി? അതെ ലക്ഷറി. ശരി. എടാ 7 സ്റ്റാർ ഇല്ലെങ്കിൽ 5 സ്റ്റാർ ആണേലും ഐ എം ഓക്കെ. യാ വി ടു. ഇതൊരു സ്റ്റാറും ഇല്ലല്ലേ. ടോഡി ഷോപ്പ്. ദിസ് ഈസ് നോട്ട് ഫെയർ. ചീപ്പ് സെറ്റപ്പ്. രാമ വന്ന് വണ്ടി എടുടാ. നല്ല കള്ളും കപ്പയും മീൻകറിയും കഴിക്കുന്ന ആലോചിച്ചോക്കെ ഗൈസ്. വാട്ട് ഡിഡ് ഹി സേ? കപ്പ മീൻകറി. അപ്പൊ ലക്ഷറി? മീൻകറി ഉള്ളപ്പോ എന്തിനു ലക്ഷറി? യെസ്. വാ. ഈ ഷാപ്പാണ് സാർ എന്റെ അമ്മ. ഈ കപ്പയാണ് നിന്റെ അപ്പ. മിണ്ടായില്ല. ഞാൻ ഇനി ദുബായിലോട്ടില്ല കേട്ടാ. ഒരു പാഴ്സലൂടെ പറഞ്ഞാലോ? ഏയ് 2 കുപ്പ. എനിക്ക് ജർമ്മനി ജോലി എന്തോന്നറിയോ? എന്തോന്ന്? കിളവിയുടെ മാമിപ്പോക്ക് പൺസ് മാറ്റിക്കൊണ്ടിരിക്കുക ഞാൻ. അയ്യോ അതെടുത്ത് പുറത്തിടല്ലേ. അവിടെ പോയിട്ട് നമുക്ക് അതെടുത്ത് പുറത്തിടാം. 5 മാമിപ്പോക്ക് പെൻസ് ഞാൻ മാറ്റും. സലാം കശ്മീർ നടാ. ബാ കയറി പോര്, സ്വന്തം വീടായിട്ട് കാണല്ലേ. ഇല്ലില്ല കാണും. അതെ ആ റൂം ഇറ്റ്സ് മൈന്. പൊളപ്പം വീടല്ലേ മുതലാളിയുടെ. മുതലാളിയുടെ കാറ്, മുതലാളിയുടെ വീട്, മുതലാളിയുടെ ഭാര്യ. അല്ല അവരും അയാളെ പോലെ ആഫ്രിക്കയിലാണോ അതോ നാട്ടിലുണ്ടോ? അവര് ആഫ്രിക്കയില. എങ്ങനെ അവര് പാരമ്പര്യമായിട്ട് അണ്ടിക്കച്ചവടം തന്നെ. പിന്നെ ഹോൾ ഫാമിലി, ഹോൾ സെയിൽ. ഹലോ കഫീൽ, നൗ കേരള വി വാണ്ട് ടു ഓപ്പൺ എ ഷോപ്പ് ദേർ. അതെ എന്റെ പോസ്റ്റിന്റെ സ്റ്റോറിക്കൊന്നും ലൈക്ക് ചെയ്യാത്തത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേട്ടാ ഞാൻ. എടാ ഞാനിപ്പോ അങ്ങനെ ഇൻസ്റ്റയിലൊന്നും കേറാറില്ലടാ. ഞാൻ മനഃപൂർവ്വം അടിക്കാത്ത കേട്ടോ. 1 മണിക്കൂർ 5 പോസ്റ്റ് ഇടുന്നോണ്ടൊക്കെ എന്തോ ലൈക്ക് അടിക്കാന്. ഫേക്ക് ഫ്രണ്ട്സ്. ഞാനും മനഃപൂർവ്വം അടിക്കാത്ത. എന്തൊരു വെറുപ്പിക്കലാടാ ഇവ UK-ലാന്നും പറഞ്ഞിട്ട്. വെറും ഷോ, ഹസ്കി ഷോ. കഴിഞ്ഞ മാസം ശരവണന്റെ ആണ്ടായിരുന്നു. അതെ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ? ഓ തമ്പ്ര. പേടി. വാ 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 അടിക്കാം. ഇതിപ്പോ നിങ്ങളെ ഞാൻ കള്ളു കുടിപ്പിക്കാൻ വേണ്ടി നാട്ടിലോട്ട് വിളിച്ച പോലെ ഉണ്ടല്ലോ. പിന്നല്ലാതെ മര്യാദക്ക് വീട്ടിൽ പോയി ചോറ് കഴിക്കാനുള്ള ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ആരാ? നീ. താല്പര്യം ഉണ്ടായിട്ടല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ പേര് മാത്രം. ഡ്രങ്കൻ പീപ്പിളായിട്ട് കാണരുത് ഞങ്ങള്. എന്താണ് കള്ളിനെ പറ്റി ഒരു എതിരഭിപ്രായം? 3 നേരം കള്ളു കുടിച്ച് ഇദ്ദേഹത്തെ കള്ളുകുടിയാന്ന് വിളിക്കരുതെന്ന്. അതെന്താ അങ്ങനെ ഒരു സംസാരം? കുടിച്ചാ കുടിയനായിട്ട് അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞ് കുടിക്കരുത്. ഒരെണ്ണ വഴി. സാറിന്റെ ലക്ഷറി കുറച്ച് താത്തിടാവോ? നിന്റെയൊക്കെ കൂടെ അല്ലേ ഈ ലക്ഷറി മതി. ലുങ്കി 5 സ്റ്റാർ ആണോ? അല്ല കിറ്റ്കാറ്റ്. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. മതി മതി മതി. നീ എന്നെ വെറും അങ്ങ് കവട്ടയാക്കല്ലേ. എന്നാ സാറേ ഇതിലും ഭേദം നീയൊക്കെ വീട്ടിൽ പോന്നായിരുന്നു. കണ്ട നാട്ടിൽ കിടന്ന് ഞങ്ങൾ ഈ നാട്ടിലോട്ട് വന്നത് ആര് വിളിച്ചിട്ട്? നീ വിളിച്ചിട്ട്. എന്നിട്ട് നീയൊക്കെ ഇത്ര നേരമായിട്ട് എനിക്ക് സുഖാന്നേലും ചോദിച്ചോടാ. സുഖാണോടാ? സുഖാണോടാ? സുഖാണോടാ മോനെ? അല്ല സുഖം. നിനക്കും സുഖം, ഞങ്ങൾക്ക് സുഖം. പിന്നെ ഇവിടെ ആർക്കെത്ര സുഖം? ഒരെണ്ണം വെച്ചോടാ അവന്.
ആർക്കും കല്യാണം കഴിക്കാൻ പ്ലാനൊന്നുമില്ലേ? ഞാനൊരു അറബിച്ചിയെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ആ അപ്പൊ ദുബായിൽ ഉടനെ ഒരു കല്യാണം കൂടാല്ലേ? പക്ഷെ അറബി സമ്മതിക്കൂന്നൊരു സംശയം. അതെന്ത് അവളുടെ അപ്പൊ അത്ര വലിയ അറബിയാ? വാപ്പയല്ല, അവളുടെ കെട്ടിയോ. ഹറാം പറഞ്ഞവനെ, ദുബായ് പോയി റാഹത്തായിട്ട് അമീതം പിടിക്കുന്ന. എന്റെ പൊന്നളി അങ്ങേർക്ക് 3 ഭാര്യമാരാ. അത് ഒന്നിനെ തന്നെ എന്ത് പണ്ടേ പോക്കൃത്തരം കാണിച്ചിട്ട് ഞാൻ പറയാവനെ കഴിഞ്ഞുള്ളൂ. അല്ലേ നീ ഒന്നും നോക്കുന്നില്ലേ? എടാ എനിക്ക് ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളോട് പ്രേമോ. ഇനി ഞാൻ കല്യാണം കഴിച്ച് വേറൊരു പെണ്ണിനെ കണ്ട് അതിനോട് പ്രേമം തോന്നിയ നഷ്ടബോധം അടിക്കില്ലേ? നഷ്ടബോധം അടിച്ചില്ലേലും അവരുടെ വീട്ടുകാർ നിന്നെ അടിച്ചോളൂ. ആ ബോധം എനിക്കുണ്ട്. സാറിനൊന്നുമില്ലേ? ഞാൻ ഈ പ്രാരാബ്ദമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് മതി കല്യാണം എന്ന് വെച്ചിട്ടാ. വെറുതെ എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം തലയ്ക്കുന്നല്ലേ? അപ്പൊ ആ കല്യാണം നമ്മളെ കൂടാൻ പോണില്ല. ആ കുട്ടി സേഫാ. അതിരിക്കട്ട് നീ ഒന്നും നോക്കുന്നില്ലേ? ഞാൻ എന്ത് പറയാനാ? നീ മറ്റേതാണോ? അതല്ല, പെണ്ണ് കിട്ടുന്നില്ലെന്ന്. അങ്ങനെ. നിങ്ങൾക്കറിയോ നിങ്ങളെ എന്തോരം മിസ് ചെയ്തെന്ന്? നിങ്ങൾക്കറിയോ ഞാൻ ജർമ്മനിയിൽ എന്തോരം കിസ് ചെയ്തിട്ടുണ്ടെന്ന്? കണാന്ന് പറയുമ്പോ കുണാന്ന് പറയുന്നോടാ, കുണാണ്ടേ. പണ്ട് നമ്മൾ എന്തൊരു തൊട്ടികളായിരുന്നില്ലടാ. ഓ ഒന്നങ്ങോട്ട് നീങ്ങിന്ന് സാർ, അങ്ങോട്ട് നീങ്ങിന്ന്. ഓ നോക്കിയടാ, ഇപ്പൊ നീ അങ്ങ് ജെന്റിൽമാൻ. നിന്റെ ഒരു ഫോട്ടോ ഇറങ്ങേ. ദുബായിലെ പിള്ളേരൊന്നും തൊട്ടികളെ കണ്ടിട്ടില്ല, ഒന്ന് കാണിക്കാന്. പാവം ശരവണൻ നേരത്തെ അങ്ങ് പോയി. അവനെ പറ്റി ഞാനൊക്കെ ആലോചിക്കും. അവന്റെ വീട്ടുകാരൊക്കെ എന്താ പറയുന്നു? അച്ഛൻ പഴയ പോലെ ഫുൾ ടൈം കള്ളുകൂടി തന്നെ. അമ്മയോ? അമ്മ കുടിക്കത്തില്ല. അമ്മ അമ്പലവും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നു. സോറി. അവന് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവന്റെ ആഗ്രഹം എന്തുവാടാ? ദിവ്യയെ കെട്ടണോന്ന്. പക്ഷെ എനിക്ക് ഉറപ്പാ ആ ആഗ്രഹം മുടക്കിയത് നമ്മളിലാരും ഒരുത്തനെ. നീ എന്തിനാ എന്നെ നോക്കണേ? അതും അല്ല, ദിവ്യയുടെ ഒരു പ്രേമം ഉണ്ടായിരുന്നെന്നുള്ള തന്നെ പൈസ പിറ്റേത്തവൻ കൊണ്ടുപോയി. എന്നാ എനിക്ക് നിന്നെ നോക്കാല്ലേ സംശയത്തിന്റെ കണ്ണില്? ആ കോളേജില് അവൻ പ്രിൻസിപ്പളിന്റെ മോളുമായിട്ട് പ്രേമത്തിലാണെന്നറിയാവുന്ന 4 പേരെ ഉണ്ടായിരുന്നുള്ളു. അത് നമ്മൾ 4 പേരുവാ. അപ്പൊ സംശയിക്കണമെങ്കിൽ നമ്മൾ 4 പേരെ സംശയിക്കണം. കറക്റ്റ്. സംശയിച്ചാലും ഇല്ലെങ്കിലും അവൻ ചോദിക്കാനൊന്നും പോകുന്നില്ലല്ലേ. വെള്ളം തീർന്നാൻ പോയി എടുത്തിട്ട് വരാം. ഇതാ വരുന്നു. അതെവിടെ ക്യാനില് വെള്ളം ഇരിപ്പുണ്ട്. ഓ പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാ അവനെ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ വെള്ളം അടിക്കുമ്പോ ഈ കറണ്ട് വന്ന് എന്ത് ഡിസ്കംബിയാന്നറിയോ? നടും തല്ലി വീണ. അടുക്കള അരവിടെ ഇരിപ്പുണ്ട്. ടച്ചിങ്സിന് ബെസ്റ്റാ. വെള്ളം നിങ്ങളാരെങ്കിലും പോയി എടുത്താ മതി. ആന്തൊരു സംസാരം. അടുക്കള പാറ്റ പല്ലിയാടാ കണ്ടത്. പോയി എടുത്തോണ്ട് വന്നേ. കറണ്ട് പോയപ്പോ പേടിച്ചെന്ന് തോന്നുന്നു ദുബായിക്കാര്. ഇരുട്ട് പേടിയാണല്ലേ ഹബീബി? കുപ്പിയെടുത്ത് തറയിരുന്നോടാ പട്ടി. ഒരു വീടങ്ങനെ അലങ്കോലാക്കാൻ നോക്കി കണ്ട. ഫ്രിഡ്ജിൽ നിന്റെ അറബി ഷേക്കുമായിട്ടിരിക്കുന്നു. പോടാ. മരിച്ചോര് മരിച്ചു, ഇനി ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ മരിക്കും. അതുകൊണ്ട് അവനെ അങ്ങ് വിടുമോനെ. നീ അത് വിടറാ. നീ അതങ്ങോട്ട് പിടിപ്പിച്ചേ. പറ്റൂല. എടാ അവന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കണ്ടേലടാ. അവൻ
ഇതാ അടിക്കും അടി. ശരു ഒന്ന് വരൂ. അവൻ ബ്രാൻഡി അടിക്കില്ലെന്ന് അറിയില്ലേ, വിസ്കി അടിക്കൂ. സോറി, എന്നാലും ഞാൻ അടിച്ചോളാം. ഇതാരടിച്ച്? ഇവൻ തന്നെ കട്ടിരുന്ന് കുടിച്ചിട്ടിരുന്ന് കരയുന്നു. കട്ടുറുമ്പേ വെച്ചല്ലടാ. എന്നാ ഒരു കാര്യം പറയട്ടെ, അത് കുടിച്ചത് ശരവണനാ. അവിടെ ആരാ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടല്ല, അവിടെ അവിടെ ആരുമില്ല. എന്തിനാണ് ചുമ്മാ പേടിപ്പിക്കണേ? സത്യമായിട്ടും ശരവണം വന്ന ശരവണ പറഞ്ഞു പറഞ്ഞു രണ്ടെണ്ണം കൂടെ വരുത്തിച്ചല്ലേ. ശരവണ പിന്നെ വേറെ വിളിക്കുന്നതാ പറയാനാ. ഇതവനല്ലടാ. കൈനോടെ നിന്റെ കഴപ്പ്. ശരവണ്ണ അവിടെ നിന്നിട്ടുണ്ട്. പേടിക്കണ്ട, കൂളായിട്ട് ഡീലാക്കും. ശരവണ ജീവിതമൊക്കെ എങ്ങനെ പോണു ശരവണ? മരിച്ചപ്പോഴാ കൂളാക്കാൻ വേണ്ടി ചോദിച്ചതാ. എന്തിനാ വന്നു ചോദിക്കും? ശരവണ സത്യമായിട്ട് അന്ന് നിന്നെ ഒറ്റ ഞാനല്ലടാ. ഞാനും അല്ലടാ. ഞാനല്ല. എന്നാ ഞാനും അല്ല. എന്നാ ഞാനല്ലെന്നാ ഇവന്റെ പരിങ്ങല് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ദിവ്യയുടെ ഫോട്ടോ എങ്ങടാ നിന്റെ ഫോണിൽ വന്നേ? പിന്നെ ശരവന്റെ സോറി അളിയാ. എടാ അവക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോ ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ എടാ അത്. ഇത്രയും നല്ല ഫോട്ടോ ഒന്നും ഗ്രൂപ്പിൽ വരാറില്ല. നീ ഗ്രൂപ്പിലുണ്ട. അവന് ഇഷ്ടമില്ല കേട്ടോ അത്. സത്യമായിട്ട് നമ്മളാരും അല്ലടാ. പക്ഷെ നമ്മളിൽ ആരാണ് അത്? അവനവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആദ്യം നിന്നെ വേണം കൊല്ലാൻ. അവന്റെ അമ്മൂമ്മയോട് ഒരു ഗെറ്റ് ടുഗദർ. ഞാൻ അറിഞ്ഞ ഗെറ്റ് ടുഗദറിന് മരിച്ചവരും പങ്കെടുക്കുന്നു. പോ തുറക്കടാ. നോക്കി അപ്പൊ ഒറ്റയ്ക്ക് അടിച്ചോട്ട് പാവം. മനുഷ്യ ചങ്ങലായിട്ട് നിൽക്കാടാ. എന്താടാ നോക്കി നിൽക്കാമോ? കൈ കേറി പിടിച്ചടാ. എടാ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നില്ലടാ. ഏതവരാന്ന് വെച്ചാ കൊച്ചുവെച്ചോടാ പട്ടികളെ. ശരവണ ദിവ്യായിട്ടുള്ള നിന്റെ പ്രേമ പ്രിൻസിപ്പൾ തന്നെ എടുത്ത് പറഞ്ഞു കൊടുത്തത് ഞാനാടാ. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമല്ലടാ. അതിന്റെ ഇടയ്ക്കൂടെ നീരേക്ക് സെറ്റാക്കാൻ നോക്കിയത് പന്നി കാണിച്ചതുണ്ടാടാ. ആവശ്യപത്തി പറ്റിപ്പോയതാടാ. ഇനി നിനക്ക് എന്നെ കൊന്നാലേ നിനക്ക് സമാധാനമാകത്തുള്ളെങ്കിൽ കൊല്ലടാ. അവൻ കൊല്ലൂട്ടാ. അപ്പൊ അവന്റെ ബൈക്ക് ആക്സിഡന്റ് പിന്നിൽ നീയാണോടാ? രാമ ഓടാ. എടാ ഊറ്റിക്കൊടുത്തത് ഞാനാ എന്നും പറഞ്ഞ സ്വന്തം കൂട്ടുകാരെ കൊല്ലാനും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് സംശയമുണ്ട്. പോയി സൂക്ഷിച്ചു നോക്കേ. പോയാ? എന്റെ ഇടപെടൽ കാരണം പോയി അല്ലേ? ഇങ്ങോട്ടൊന്ന് നിന്നേ. ഇനി മേലെ ഇടപെട്ടു പോയി ചതിയ. ഇതെന്തിനാന്നറിയോ? അവന് വേണ്ടി
ഇതെന്തിനാന്നറിയോ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെ നാളെ നീ പ്രേമിക്കാതിരിക്കാൻ. നിനക്കെന്തറാ? ഇത്ര നേരം എന്നെ വില്ലനാക്കാൻ നോക്കി. അതെ, ഇന്ന് എല്ലാവർക്കും കൂടെ ഒരു റൂമിൽ കിടക്കാട്ടാ. മരിച്ചു കഴിഞ്ഞിട്ടും അവന് ദിവ്യയോടുള്ള പ്രേമം നോക്കണേ. അതായിരിക്കും ദിവ്യ പ്രേമം. എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്യാത്ത. എല്ലാവരുടെയും മൂഞ്ചിയൊക്കെ കണ്ടുറങ്ങാന്ന് വിചാരിച്ച്. നടുക്ക് ഇവിടെ ഒരു മെയിൻ വില്ലൻ കിടപ്പുണ്ട്. ശരീരത്ത് ചോരയില്ലാന്ന് വിചാരിച്ചോണ്ട് അവനൊന്നും ചെയ്തില്ല. എന്തായാലും ശരവണൻ കാരണം നമ്മൾ ഇത്രയും ഒന്നിക്കുന്നു വിചാരിച്ചില്ല. നിന്റെയൊക്കെ കൂടത്തുള്ള ലാസ്റ്റ് ഗെറ്റ് ടുഗദറാ ഇത്. നിന്നെയൊക്കെ ഞാൻ ഇപ്പോഴേ മറന്നു. കുറച്ച് പുതപ്പ്.